ഞാൻ ആക്ച്വലി ബിഗ് ബോസ് എല്ലാ സീസണും കാണാറുണ്ടെങ്കിലും അങ്ങനെ വീഡിയോസൊന്നും ചെയ്യാറില്ല. പക്ഷേ എനിക്ക് തോന്നി ഇപ്പോൾ സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഒരു വീഡിയോ ചെയ്യാൻ നേടി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഫൈനൽ 5 ആണ്. ഇന്ന് ഇപ്പോൾ സൺഡേ ആണ്. സൺഡേ ഇന്ന് 3 മണി സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് 7 മണിക്കാണ് ഏഷ്യാനെറ്റിൽ ലൈവ് പോകാൻ പോകുന്നത്. ആരാണ് വിന്നറെന്ന് ആർക്കും അറിയില്ല, ജനങ്ങൾക്കറിയില്ല. വളരെ സീക്രട്ടായിട്ടാണ് നടത്തുന്നത് എന്നൊക്കെയാണ് ഏഷ്യാനെറ്റ് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഷൂട്ട് നടക്കുന്നുണ്ട്. അവർ ശരിക്കും ഇത് സീക്രട്ടായിട്ട് നടക്കേണ്ട ഒരു സംഭവമാണ്. ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ തന്നെ പലരും അനുമോള് ജയിച്ചു എന്ന് പറയുന്നുണ്ട്, അനീഷ് ജയിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തി, അതായത് ഈ പറഞ്ഞതിൽ വിന്നറാവാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ PR, അത് പുള്ളി തന്നെ പറയുന്നുണ്ട് പുള്ളിയാണ് PR എന്ന്. കഴിഞ്ഞ സീസണിൽ പുള്ളി ജിൻഡോൻ്റെ PR ചെയ്തു എന്നും പറയുന്നുണ്ട്. ഈ വ്യക്തി ഇന്നൊരു 10 മണിയാകുമ്പോൾ, അതായത് ഇന്ന് സൺഡേ നവംബർ 9 ഒരു 10 മണിയാകുമ്പോൾ, ഇന്ന് രാവിലെ 10 മണിയാകുമ്പോൾ ഒരു തൊപ്പീൻ്റെ മുകളിൽ 3G എന്ന് എഴുതിയിട്ടൊരു പോസ്റ്റ് ആളിട്ടിരുന്നു. വിനു എന്ന് പറഞ്ഞ, അതായത് PR, ഓൺലൈൻ PR എടുക്കുന്ന വിനു. 16 ലക്ഷം എത്ര ലക്ഷം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ വ്യക്തി 3G എന്ന് എഴുതിയിട്ട് ഒരു തൊപ്പീൻ്റെ മുകളിൽ 3G, അതായത് തൊപ്പി നില പറഞ്ഞിരുന്നു അഖിൽമാരായിട്ടൊരു ഫൈറ്റൊക്കെ നടന്നിരുന്നു. അപ്പോൾ തൊപ്പി നില പറഞ്ഞിരുന്നു അതെനിക്കിപ്പോൾ വാശി തന്നെയാണ്, അഖിൽമാരാർ അനുമോളെ സപ്പോർട്ട് ചെയ്യട്ടെ, ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുക, ആരാ ജയിക്കുക നമുക്ക് കാണാമല്ലോ എന്നൊക്കെ തൊപ്പി പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുള്ളൊരു റെസ്പോൺസ് എന്നുള്ള പോലെ വിനു ഇന്നലെ ലൈവിലൊക്കെ സംസാരിച്ചാണ്. വിനു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, തൊപ്പി 3G എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ PR-ന്, അതായത് ഇപ്പോൾ ഇനി ഷോ നടക്കുന്നതിൻ്റെ എത്രയോ മണിക്കൂർ മുന്നേ, ഇപ്പോൾ ജനങ്ങൾക്കറിയില്ല, ഒരാൾക്കും അറിയില്ല, 10 മണിക്ക് വിനുവിന് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഫൈനൽ റിസൾട്ട് വരുന്നതിൻ്റെ എത്രയോ മുന്നേ, അവിടെ ഷൂട്ട് പോലും നടക്കുന്നതിൻ്റെ മുന്നേ വിനുവിന് റിസൾട്ട് അറിയാമെന്നല്ലേ നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ത്രൂ ഔട്ട് എല്ലാ വീക്കിലും ഇതുപോലെ വിനുവിനറിയാം ആരാണ് ഓരോ വീക്കിലും വോട്ട്സ് കിട്ടുന്നത്. വിനു പറയുന്നുണ്ട് ലൈവിലൊക്കെ വന്നിരുന്നിട്ട്, തൊപ്പിയുടെ ലൈവിലൊക്കെ വന്നിരുന്നിട്ട് ഇന്നാൾ ജയിക്കുന്ന മുന്നേ അറിയായിരുന്നു, ഇനിയിപ്പോൾ തൊപ്പീൻ്റെ വോട്ട് കൊണ്ട് ചിലപ്പോൾ ജയിക്കുമായിരിക്കാം എന്നൊക്കെ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ വിനുവിന് ലൈവായിട്ട് അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്, ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള കാര്യമൊക്കെ വിനുവിന് ലൈവായിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏഷ്യാനെറ്റിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, സത്യം പറഞ്ഞാൽ ഈ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ വെറും കഴുതകളാണോ? നിങ്ങൾക്ക് ഒരു ഇത്ര പോലും സീക്രസി കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഹോട്ട്സ്റ്റാറിൽ ഈ ജനങ്ങളെ കുത്തിപ്പിടിച്ച് ഇരുത്തി വോട്ട് ചെയ്യിപ്പിക്കുന്നത്? കാരണം ഇത് ബേസിക്കലി ഒരു PR സ്റ്റണ്ടായി മാറില്ലേ ഈ ഷോ മൊത്തത്തിൽ. ആര് വിനുവിൻ്റെ PR എടുക്കുന്നു അവർ ജയിക്കും എന്നുള്ള കാര്യത്തിലാണോ, അങ്ങനെയാണോ വേണ്ടത്? അതായത് ഓൾറെഡി പ്രൈസ് മണി കിട്ടുന്നുണ്ട്, അതൊന്നൊരു പെർസെൻറ്റേജ് വിനുവിന് കൊടുത്താൽ ആർക്ക് വേണമെങ്കിലും ജയിക്കുക എന്നുള്ള രീതിയിലാണോ? ഞാൻ അങ്ങനെ പറയുന്നില്ല ഒരിക്കലും. കാരണം അവിടെ ഒരുപാട് അനുമോള് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടോപ്പ് 5-ലുള്ള 5 പേരും ശരിക്കും ഡിസർവിങ് ആണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു PR ഏജൻസിക്ക് അല്ലെങ്കിൽ ഒരു PR പേഴ്സണാലിറ്റിക്ക് ഇത്രയും